സോ ഹലോ എവരി വൺ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ മാറ്റിയെടുത്ത് നമുക്ക് ചിലവില്ലാതെ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഡിവൈസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ M52 5G എന്നൊരു സാംസങ് ഡിവൈസ് ആയിരുന്നു. അത് 1 ഇയർ കൃത്യം വാറണ്ടി കഴിഞ്ഞപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ ഗ്രീൻ ലൈൻ വന്നു. സോ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള സർവീസ് സെൻറ്റർ, ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ പോയി. അപ്പോൾ അവിടെ പോയപ്പം പറയുന്ന പോലെ തന്നെ ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറൗണ്ട് 500 റുപ്പീസ് ആണെന്നായത്. ഒരു 1 ഇയറിന് മുന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിന് 500 റുപ്പീസ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്തതെന്ന് വെച്ചാൽ വാട്സാപ്പ്, സാംസങ്ങിൻ്റെ തന്നെ വാട്സാപ്പ് ചാറ്റ് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ജോബ് ഷീറ്റ് കൊടുത്തു. പക്ഷേ എന്നിട്ടും വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കസ്റ്റമർ സർവീസ് ചെന്നപ്പോൾ തന്നെ അവിടെ ഇഷ്ടംപടി ആൾക്കാരുണ്ടായിരുന്നു ഗ്രീൻ ലൈൻ ഇഷ്യൂ ആയിട്ട്. എല്ലാവരും പാളം വെച്ചൊക്കെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അതായത് സാംസങ് S22 അൾട്രയൊക്കെ ആയിട്ട് വന്നവർ ഇത്രയും പൈസ കൊടുത്ത് ഗ്രീൻ ലൈൻ മേടിച്ചിട്ട് അവർക്ക് സർവീസ് സെൻ്ററുകാർക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ, അതായത് സ്ക്രീൻ ഡിസ്പ്ലേ റിപ്ലേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ മാനേജറിനെ കയറി കണ്ടു. മാനേജറിനോട് കാര്യങ്ങൾ പറഞ്ഞു, ഇത് താഴെ വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കത്തില്ല. അവർ പറയാൻ നിങ്ങളൊന്നെങ്കിൽ ഫോൺ താഴെ വീണ് ഡാമേജ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചാർജർ മാറ്റി കുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഗ്രീൻ ലൈൻ വരുന്നത്. അല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടല്ല എന്നൊരു രീതിയിൽ അവർ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തർക്കിച്ച് തന്നിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്നൊരു ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോരുക. ഈ വെബ്സൈറ്റിൽ പോകാൻ കഴിഞ്ഞാൽ നമുക്ക് കാണാതെ പോലെ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രജിസ്റ്റർ ഗ്രീവൻസ് ഉണ്ട്, ട്രാക്ക് യുവർ ഗ്രീവൻസ് ഉണ്ട്, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ഗ്രീവൻസ് ആണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ അകത്തൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം, ഫസ്റ്റ് നെയിം കൊടുക്കാം, ലാസ്റ്റ് നെയിം കൊടുക്കണം, ഒരു കോൺടാക്ട് നമ്പർ, ഒരു ഇമെയിൽ ID, പിന്നെ ഒരു പാസ്വേഡ്, ഒരു കൺഫേം പാസ്വേഡ്, പിന്നെ ക്യാപ്ച. അത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൽ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു അക്കൗണ്ട് ഉണ്ടാക്കി കിട്ടുന്നതാണ്. ഇതിൻ്റെ അകത്ത് വേറെ വേറെ ഇപ്പം ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കിയോണ്ട് ഞാൻ ഇതിൻ്റെ അകത്താണ്. ഇങ്ങനെയൊരു വെബ്സൈറ്റ് ഇതാണ് വരുന്നത്. നമ്മൾ അഗ്രി കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ഒരു ഡാഷ്ബോർഡ് കാണാം, ലാസ്റ്റ് ലോഗിൻ കാണാം, പ്രൊഫൈല് കാര്യങ്ങളെല്ലാം കാണാം. നമ്മളിവിടെ എന്തെങ്കിലും രജിസ്റ്റർ ഗ്രീവൻസസ് ആണ് കൊടുക്കേണ്ടത്. രജിസ്റ്റർ ഗ്രീവൻസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ കിട്ടും. അതായത് കൊടുക്കേണ്ടത് രജിസ്റ്റർ ഗ്രീവൻസ് കൊടുത്ത് കൺസ്യൂമർ ഗ്രീവൻസസ് എടുക്കുക. അതിൻ്റെ അകത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ടോട്ടലി ഒരു 8 ഗ്രീവൻസസ് കൊടുത്തിട്ടുണ്ട്, കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ 8 റിസോൾവ് ആയിട്ടൊന്നുമില്ല. ഗ്രീവൻസ് ഹിസ്റ്ററിക്കകത്ത് നോക്കി കാണാം, കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്കിപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. സാംസങ്ങിൻ്റെയാണ്. ഓക്കെ, ഇത് ഞാൻ കൊടുത്തത് ഗ്രീവൻസസ് ഡേറ്റ് കൊടുത്തിരിക്കുന്ന 23/4/2024 കൊടുത്തത്. പേര് കൊടുത്തിട്ടുണ്ട്. ഗ്രീവൻസ് സ്റ്റേറ്റ് കേരള, കംപ്ലൈൻറ്റ് നമ്മുടെ സിറ്റി കൊടുക്കണം, കാറ്റഗറി ഏതാണ് വരുന്നത്, മൊബൈൽ ഹാൻഡ്സെറ്റ്, ടാബ്ലറ്റ്, ലാൻഡ് ഫോൺ വരുന്നത്, സെക്ടർ വരുന്നത് ഇലക്ട്രോണിക് പ്രോഡക്റ്റ്, പിന്നെ ഗ്രീവൻസ് കമ്പനി, ഏത് കമ്പനിക്കെതിരെയായിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീവൻസ് സബ്മിറ്റ് ചെയ്യുന്നത്. സാംസങ് എൻ്റെ ഡിവൈസാണ്, സാംസങ് കൊടുത്തു. പിന്നെ കമ്പനി നെയിം സാംസങ് തന്നെ കൊടുത്തു. പിന്നെ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ആൻഡ് മോഡലാണ്. ഏതാണ് സാംസങ്, എൻ്റെ വന്നിരിക്കുന്നത് സാംസങ് M52 ആയിട്ട് അതിൻ്റെ മോഡൽ കൊടുത്തു. ഈ നമുക്ക് ഇൻവോയ്സ് എന്തായാലും വേണം, ഇതിൻ്റെ ബില്ലിൻ്റെ കാര്യം നമുക്ക് എന്തായാലും ഉണ്ടെങ്കിൽ കുറച്ച് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ബില്ലിൻ്റെ കാര്യം, ബില്ല് എപ്പോഴും എടുത്ത് വെച്ചേക്കാം. ആമസോൺ ആണെങ്കിൽ ആമസോണിൽ നമുക്ക് ബില്ല് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വേറെ വല്ലതും ഷോപ്പിൽ നിന്നാണ് മേടിച്ചെങ്കിൽ ആ ഒരു ഷോപ്പിൽ നിന്നുള്ള നമുക്ക് ബില്ല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വരുന്ന ഡേറ്റ് ഓഫ് പർച്ചേസ്, നമ്മൾ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടും. ഡേറ്റ് ഓഫ് പർച്ചേസ് എവിടെ നിന്നാണുള്ളത്, അണ്ടർ വാറണ്ടി ആണോ, അല്ല, നോ അണ്ടർ വാറണ്ടി അല്ല. പിന്നെ നമ്മൾ എമൗണ്ട് പെയ്ഡ്, നമ്മൾ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്ര എമൗണ്ടാണ് നമ്മൾ പേ ചെയ്തത്. ആ പെയ്ഡ് എമൗണ്ട് നമ്മളിവിടെ കൊടുക്കുക. IMEI സീരിയൽ നമ്പർ നമ്മൾ അതുപോലെ തന്നെ ഫോണെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഫോണിൻ്റെ ബാക്കിലുണ്ടാവും, അല്ലെങ്കിൽ ഫോണിൻ്റെ ബോക്സിൻ്റെ അവിടെ കാണും IMEI നമ്പർ, അത് അടിച്ചു കൊടുക്കുക. എല്ലാം കൊടുക്കുകയെന്നല്ല, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുക. നെയിം ആൻഡ് അഡ്രസ് ഓഫ് സർവീസ് സെൻറ്റർ ഗൂഗിളിൽ അടിച്ച് നോക്കുക. നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻറ്റർ ആണോ ആ സർവീസ് സെൻറ്ററിൻ്റെ സർവീസ് സെൻറ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്തോടെ പേസ്റ്റ് ചെയ്യാം. ജോബ് ഷീറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. പിന്നെ കൊടുക്കേണ്ട കമ്പനി ഡീറ്റെയിൽസ്, സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ പോവുക, അതിൻ്റെ കാര്യങ്ങൾ മെയിലോ എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. പ്രൊഡക്റ്റ് വാല്യൂ എത്രയാണെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അത് നമ്മളവിടെ ഇപ്പോൾ എൻ്റെ 26,000 ഏകദേശം വരുന്നുണ്ട്. ഞാൻ 10,000
10,000 to 1 lakh ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേച്ചർ ഓഫ് കംപ്ലൈൻറ്റ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ആഫ്റ്റർ സെയിൽ സർവീസ് നോട്ട് പ്രൊവൈഡഡ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഗ്രീവിയൻസ് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഇംഗ്ലീഷിൽ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നത്. ഞാനവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഗ്രീൻ ലൈൻ ഉണ്ടായി, ഫിസിക്കൽ ഡാമേജ് വാട്ടർ ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാൻ ചോദിച്ചത് 8,000 സംതിങ് ആണ്. അപ്പോൾ അത്രയും കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വഴിയിലോട്ട് വന്നത്. എന്നിട്ട് ഞാനത് കൊടുത്തു ഡീറ്റെയിൽസ്. നമുക്കത് എളുപ്പമായിട്ട് നമുക്ക് വേണമെങ്കിൽ ChatGPT പോയിട്ട് നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, പ്ലീസ് കൺവേർട്ട് ഇറ്റ് ടു നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കാര്യം കിട്ടും. ഒരു ഷോർട്ടായിട്ട് ജസ്റ്റ് എന്താ സംഭവം എഴുതുക, ഇത് കൊടുത്ത് അതിനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു പറ്റില്ല. കമ്പനി റിമാർക്സ് ഓരോ ദിവസവും നമുക്ക് ഏകദേശം അറൗണ്ട് 2-3 വീക്സ് എടുത്തു കമ്പനിയിൽ നിന്ന് റിമാർക്ക് വരാൻ വേണ്ടി. കമ്പനി നാലിൽ അപ്പോൾ നമുക്കിവിടെ തന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത് കാണുന്നതാണ്. നമുക്കപ്പോൾ ഇവിടെ തന്നെ കാണാം എന്തൊക്കെയാണ് റിമാർക്സ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഡേറ്റ് ആണ്. ആദ്യമേ ഇത് 24-ാം തീയതി ഒരു പ്രോസസ്സിങ്ങിൽ തന്നെയായിരുന്നു. പിന്നെ ഏതായിരുന്നു 1-ാം തീയതി, മെയ് 1-ാം തീയതിയും പ്രോസസ്സിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിലിലോട്ട് ആദ്യമേ ഒരു മെയിൽ വന്നു, മെയിൽ ID വന്നു. അത് സാംസങ്ങിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട്. സോ നമ്മളോട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, അതായത് ബേസിക്കലി ബില്ല് അവർക്ക് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനത് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്തു, ബില്ല് സ്കാൻ ചെയ്തു, ഞാൻ അവർക്ക് ഡോക്യുമെൻറ്റ്സ് ഫോർവേഡ് ചെയ്ത് കൊടുത്തു, Gmail വഴി മെയിൽ വഴി അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്നോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം അവർ ഇംഗ്ലീഷിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗ്രീൻ ലൈൻ ഇല്ലായിരുന്നു, ഗ്രീൻ ലൈൻ വന്നു, അപ്പം അതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു, കുറച്ച് നാൾ എടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2-3 വീക്സിനുള്ളിൽ വേറൊരു കോൾ വന്നു, ഒന്നും കോൾ വന്നു അവർ സാംസങ്ങിൽ തന്നെ. നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് കൊണ്ടുപോയി സറണ്ടർ ചെയ്യാൻ പറഞ്ഞു, അതായത് ഫോൺ കൊണ്ടുപോയി സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. അതായത് നമ്മുടെ സർവീസ് സെൻറ്റർ, അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ഫോൺ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഫോൺ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ എനിക്ക് ഡൗട്ട് വന്നതായിരുന്നു ഇതിപ്പം ഫേക്കാണോ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒത്തിരി തുകയാവേണ്ട വരുമോ, നമുക്കറിയത്തില്ല, ഉറപ്പില്ലായിരുന്നു. അപ്പം കസ്റ്റമർ സർവീസ് ഇരിക്കുന്ന അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന രീതിയിലാണ് അവരുടെ നിന്ന് കിട്ടിയത്. പിന്നെ കുറച്ചാൾ ഞാൻ ഒന്നുകൂടെ ഇവർക്ക് ഈ മെയിൽ ID ഇവിടുന്ന് വന്ന മെയിൽ ID തന്നെ ഒന്നുകൂടെ മെയിൽ അയച്ച് നോക്കി, ഞാൻ കൊടുത്താൽ കുഴപ്പമുണ്ടോ, അതായത് പൈസയൊക്കെ കൊടുക്കേണ്ട വരുമോ ഒരുപാട് എന്നൊക്കെ മെയിൽ അയച്ച് നോക്കി. അവർ കൊടുത്തോളാനാണ് എന്നോട് പറഞ്ഞത്, പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. സോ ഞാൻ ധൈര്യപൂർവ്വം കൊണ്ടുപോയി കൊടുത്തു. അവർ ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ജോബ് ഷീറ്റിൻ്റെ ഒരു ചെറിയ എമൗണ്ട് ആയിരുന്നു എനിക്ക്, അവർ ഒരു 400 സംതിങ് അങ്ങോട്ടായി. അത് കഴിഞ്ഞിട്ട് ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഫോൺ എടുത്തുകൊണ്ട് പോയി അവർ. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ഇപ്പോൾ കറൻ്റ്ലി അവരുടെ കയ്യിലില്ല, സ്റ്റോക്ക് വരുമ്പോൾ അവർ അറിയിക്കാമെന്ന് പറഞ്ഞൊരു ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് ഫോൺ കിട്ടി. 1 വീക്ക് അടുത്ത് എങ്ങാണ്ടായപ്പോഴും തന്നെ എനിക്ക് ഫോൺ കിട്ടി. അപ്പോൾ കസ്റ്റമർ സർവീസ് അവിടെ നിന്ന് വിളിച്ചു, സർവീസ് സെൻറ്ററിൽ നിന്ന് വിളിച്ചു, ഫോൺ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫോൺ റെഡി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് വന്നു. അറൗണ്ട് വാറണ്ടി ഒന്നും നമുക്ക് കിട്ടത്തില്ല. അറൗണ്ട് 7 ഡേയ്സിനുള്ളിൽ സംഭവം കിട്ടി എനിക്ക്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഫോൺ സെറ്റായിരുന്നു. AMOLED ഡിസ്പ്ലേ, ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയായിരുന്നു വന്നത്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതുവരെയായിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞു, ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. സോ നമുക്ക് അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അപ്ലോഡ് ഫയൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻവോയ്സ് ആദ്യമേ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സാംസങ്ങിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോബ് ഷീറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, നിർബന്ധമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കും. പ്രിൻ്റ് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് വയ്ക്കുക. അങ്ങനെ ഇവർ കോൾ ചെയ്ത് നമുക്ക് ഈ ഗ്രീവൻസ് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ല ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. സോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തെങ്കിലും ഡൗട്ട്സ് വേറെ ഉണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വേറെയും കുറേ ഗ്രീവൻസസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽസ് ഈ വീഡിയോ നോക്കണ്ട, അടുത്ത വീഡിയോ നോക്കാം. ഈ രജിസ്റ്റർ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ കണ്ടല്ലോ രജിസ്റ്റർ ഗ്രീവൻസ്, കൺസ്യൂമർ ഗ്രീവൻസ് സെലക്ട് ചെയ്യുക, ഗ്രീവൻസ് ടൈപ്പ് ഗ്രീവൻസ് കൊടുക്കുക, ഗ്രീവൻസ് ക്ലാസിഫിക്കേഷൻ ഗുഡ്സ് ആണോ സർവീസ് ആണോ, നമുക്ക് സർവീസസ് കൊടുക്കാം, സ്റ്റേറ്റ് കൊടുക്കുക, പർച്ചേസ് സിറ്റി എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, ഇൻഡസ്ട്രി മൊബൈൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റഗറി അതൊന്ന് സെലക്ട് ചെയ്യണം.
തൽക്കാലം ഇവിടെ കേരള എടുക്കാം. പർച്ചേസ് ചെയ്ത് എവിടെ നിന്നാണ് നമുക്ക് തൽക്കാലം ഇപ്പോൾ എവിടെയാണ് കോട്ടയം കൊടുക്കാം. ഇൻഡസ്ട്രി ഏതാണ് വരുന്നത്? ഇൻഡസ്ട്രി നമുക്കിപ്പോൾ വരുന്നത് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. ഇലക്ട്രോണിക് പ്രോഡക്ട്സ് കൊടുക്കാം. കാറ്റഗറി ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് കൊടുക്കാം, ഇലക്ട്രോണിക് പ്രോഡക്ട്സ് കൊടുക്കാം. കമ്പനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യണം നമ്മൾ. ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് വേറെ മൊബൈൽ ഹാൻഡ്സെറ്റ്സ് കൊടുക്കാം കേട്ടോ, അതായിരിക്കും കുറച്ച് ആപ്റ്റ് ആയിട്ടുള്ളത്. മൊബൈൽ ഹാൻഡ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട്. സാംസങ് ഇലക്ട്രോണിക്സ് അത് കൊടുക്കുക. നേച്ചർ ഓഫ് കംപ്ലൈൻറ്റ് കൊടുക്കുക. നേച്ചർ ഓഫ് കംപ്ലൈൻറ്റ്സ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയത് അൺസാറ്റിസ്ഫാക്ടറി കസ്റ്റമർ സർവീസോ നമുക്ക് അങ്ങനെ കൊടുക്കാം. പ്രോഡക്റ്റ് വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഡീലർ നെയിം നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. ഗ്രീവിയൻസ് ഡീറ്റെയിൽസ് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ChatGPT നിന്ന് കൊടുക്കാം. ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാവുന്നതാണ്. റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ്മെൻ്റ് ആണ്, കോമ്പൻസേഷൻ ആണോ ഏതാണ് നമുക്ക് വെച്ചാൽ സെലക്ട് ചെയ്യാം. ബേസിക്കലി നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സർവീസസ് നമുക്ക് ഇതിൽ രണ്ടത്തെ ഏതെങ്കിലും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. രജിസ്റ്റേർഡ് വിത്ത് യുവർ കമ്പനി എന്നുള്ളത് കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം യെസ് കൊടുക്കുക. നമ്മളോട് കമ്പനി പോയി പറഞ്ഞതാണ്, അതുകൊണ്ട് നമുക്കിവിടെ യെസ് കൊടുക്കാം. പ്ലീസ് ഷെയർ കംപ്ലൈൻറ്റ് നമ്പർ. ജോബ് ഷീറ്റ് നമ്പർ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോ കൊടുക്കാം. നോ കൊടുത്തിട്ട് ഏതും കൊടുക്കാം. കസ്റ്റമർ കെയർ ക്വയറി ടൈം ഈസ് വെരി ഹൈ. പിന്നെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുക, കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക, അങ്ങനെ കോൾ വരുന്നതാണ്. സോ ബേസിക്കലി ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത് ഇതിൻ്റെ അകത്ത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നതാണ്. ഇത് സാംസങ്ങിൻ്റെ അല്ലാതെ നമുക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ